Hi friends, I am Jibin Matthew. Welcome to Branch Accounts Part 2. Types of branches. The accounting system adopted for a branch depends on the size and nature of branch and degree of control needed by the head office. ബ്രാഞ്ചിൻ്റെ നേച്ചറിനനുസരിച്ചും ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ ഇമ്പോസ് ചെയ്യുന്ന കൺട്രോളിനെ ബേസ് ചെയ്തുമാണ് അക്കൗണ്ടിംഗ് സിസ്റ്റം തീരുമാനിക്കുന്നത്. ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിംഗ് സിസ്റ്റം തീരുമാനിക്കുന്നത് ബ്രാഞ്ചിൻ്റെ നേച്ചറിനും ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ ഇമ്പോസ് ചെയ്യുന്ന കൺട്രോളിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ആർ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആൻഡ് ഫോറിൻ ബ്രാഞ്ചസ്. ബ്രാഞ്ചിനെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് വേണ്ടി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് ആർ ദോസ് ബ്രാഞ്ചസ് ദി ആർ നോട്ട് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്, ദോസ് ബ്രാഞ്ചസ് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. ഫോറിൻ ബ്രാഞ്ചസ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ ഫോറിൻ കൺട്രി. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ അവർ ഫുള്ളായിട്ടും ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചുകളാണ്. ബ്രാഞ്ചിൽ സ്വന്തമായിട്ട് അവർ ഫുൾ അക്കൗണ്ടിങ് ചെയ്യുന്നില്ല, ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ബ്രാഞ്ചിൽ തന്നെ ചെയ്യുന്നില്ലാത്ത ബ്രാഞ്ചുകളെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ആ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. നെക്സ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഹെഡ് ഓഫീസിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രാഞ്ചുകളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ബ്രാഞ്ചുകൾ ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ചെയ്യുന്നവരാണ്. അവർ സ്വന്തമായിട്ട് വെറുതെ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടുകൾ ചെയ്യുന്നവരാണ്. ഫോറിൻ ബ്രാഞ്ചസ്, ഹെഡ് ഓഫീസും ബ്രാഞ്ചും വേറെ വേറെ നേഷൻസിലാണെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ചിനെ ഫോറിൻ ബ്രാഞ്ചസ് എന്ന് പറയാവുന്നതാണ്. നെക്സ്റ്റ്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് നോട്ട് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. ദീസ് ആർ ബ്രാഞ്ചസ് ദാറ്റ് ഓപ്പറേറ്റ് ആസ് പെർ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻസ് ഗിവൺ ബൈ ദ ഹെഡ് ഓഫീസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസും അവരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ടാണ്. ദേ ഡിപ്പെൻഡ് പ്രാക്ടിക്കലി ഓൺ ഹെഡ് ഓഫീസ് ഫോർ എവരിതിങ്. അവരെല്ലാ കാര്യത്തിനും ഹെഡ് ഓഫീസിനെ ആശ്രയിക്കുന്നവർ, സ്വന്തമായിട്ട് ഒരു ഡിസിഷൻസും എടുക്കുന്നില്ല. എല്ലാ കാര്യവും ഹെഡ് ഓഫീസിൻ്റെ അനുഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അവർ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവർ അത്യാവശ്യം വേണ്ട ചില രജിസ്റ്ററുകൾ മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസിലാണ്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ദീസ് ആർ ബ്രാഞ്ചസ് സെൽ ഓൺലി സച്ച് ഗുഡ്സ് വിച്ച് ആർ സപ്ലൈഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ദേ ആർ നോർമലി നോട്ട് അലൗഡ് ടു മേക്ക് പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾക്ക് ഗുഡ്സ് കിട്ടുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന് ആണ്. ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഗുഡ്സ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഗുഡ്സ് ആർ ഓഫൺ സപ്ലൈഡ് ബൈ ഹെഡ് ഓഫീസ് അറ്റ് കോസ്റ്റ് പ്രൈസ്. സാധാരണയായിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. ബട്ട് സംടൈംസ് ദീസ് ആർ സെൻഡ് അറ്റ് എ ലോഡഡ് പ്രൈസ്. എന്നാൽ ചില കേസുകളിൽ ചിലപ്പോഴൊക്കെ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ലോഡഡ് പ്രൈസിൽ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ ഗുഡ്സുകൾ കൊടുക്കാറുണ്ട്. കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടിയ വിലയ്ക്ക് ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ലോഡഡ് പ്രൈസ് എന്ന് പറയുന്നത്.
ഓൾ ബ്രാഞ്ച് എക്സ്പെൻസ് ആർ ഓഫ് റെഗുലർ നേച്ചർ ആർ പെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൻ്റെ റെഗുലർ നേച്ചറിലുള്ള എല്ലാ എക്സ്പെൻസുകളും ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയുള്ള എക്സ്പെൻസുകളൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നത് ഹെഡ് ഓഫീസാണ്. ഓൾ പെറ്റി എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച് ആർ പെയ്ഡ് ബൈ ദ ബ്രാഞ്ച് മാനേജർ ഫ്രം ദ പെറ്റി ക്യാഷ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫ്രം ദ ഹെഡ് ഓഫീസ്. പെറ്റി എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത്, ബ്രാഞ്ചിൻ്റെ പെറ്റി എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത് ബ്രാഞ്ച് മാനേജറാണ്. ഹെഡ് ഓഫീസിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് കിട്ടിയ പെറ്റി ക്യാഷിൽ നിന്നാണ് ഈ പെറ്റി എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത്. ബ്രാഞ്ചിൻ്റെ സ്വന്തമായിട്ടുള്ള ഇൻകത്തിൽ നിന്നും എടുത്ത് ബ്രാഞ്ച് മാനേജർക്ക് എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്താനുള്ള റൈറ്റ് ഇല്ല. The branches are instructed to deposit daily cash collections into the bank account opened in the name of head office. ബ്രാഞ്ചിൻ്റെ ഡെയിലി ക്യാഷ് കളക്ഷൻസ്, ഓരോ ദിവസത്തെയും ഓരോ വർക്കിങ്ങിൽ നിന്ന് കിട്ടിയ ക്യാഷ് ഹെഡ് ഓഫീസിൻ്റെ പേരിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെയിൽസ് ആർ നോർമലി മെയ്ഡ് ഓൺ ക്യാഷ് ബേസിസ്, ബട്ട് സം ബ്രാഞ്ചസ് ആർ ഓതറൈസ്ഡ് ടു മെയ്ക്ക് ക്രെഡിറ്റ് സെയിൽസ് ഓൾസോ. സാധാരണയായിട്ട് ബ്രാഞ്ചുകൾ ക്യാഷ് സെയിലുകൾ മാത്രമാണ് നടത്തുന്നത്. ചില ബ്രാഞ്ചുകൾക്ക് മാത്രമാണ് ക്രെഡിറ്റ് സെയിൽസ് നടത്താനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. ബ്രാഞ്ചസ് കീപ്പ് ഓൺലി സം മെമ്മോറാണ്ടം റെക്കോർഡ്സ് സച്ച് ആസ് സ്റ്റോക്ക് രജിസ്റ്റർ, ഡെറ്റേഴ്സ് രജിസ്റ്റർ എക്സെട്ര. ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചില റെക്കോർഡ്സുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ചില രജിസ്റ്ററുകൾ മാത്രമാണ്. സ്റ്റോക്ക് രജിസ്റ്റർ, ഡെറ്റേഴ്സ് രജിസ്റ്റർ ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. The accounts for dependent branches are maintained only in the books of head office. ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസിലാണ്. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ്. ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെറ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. നമ്മൾ ഫോളോ ചെയ്യുന്ന 4 മെത്തേഡുകളാണ് ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഡെറ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം, ഇവയാണ് അവ. Debtors system. Debtors system is a system of ascertaining the profit or loss at a branch by preparing an account called branch account in the head office book. Separate branch account is maintained for each branch. Debtors system ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നതിനെയാണ് ഡെറ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ അക്കൗണ്ട് വഴിയായിട്ട് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്ന സിസ്റ്റത്തിനെയാണ് ഡെറ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് മെയിൻറ്റൈൻഡ് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിനും വേണ്ടി ഓരോ ബ്രാഞ്ച് അക്കൗണ്ടുകൾ ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്തതായിട്ടുണ്ട്. നെക്സ്റ്റ്, ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ബ്രാഞ്ച് അറ്റ് ദ എൻഡ് ഓഫ് എ പർട്ടിക്കുലർ പീരീഡ്. ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. പ്രിപ്പയർ ചെയ്യുന്നത് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണ്. ഹെഡ് ഓഫീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പീരീഡിലെ ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറിയുന്നതിന് വേണ്ടിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓരോ ബ്രാഞ്ചിനും വേണ്ടി ഓരോ ബ്രാഞ്ച് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ പറഞ്ഞായിരുന്നു. ഓൾ എക്സ്പെൻസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ഇൻ ദ അക്കൗണ്ട്. എല്ലാ എക്സ്പെൻസുകളും ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകംസും ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. The system is usually followed by branches. They are small in size. സാധാരണയായിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചുകളുടെ കേസിലാണ് ഡെറ്റേഴ്സ് സിസ്റ്റവും ബ്രാഞ്ച് അക്കൗണ്ടും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്.
നെക്സ്റ്റ് ഫോർമാറ്റ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ദ പീരീഡ് എൻഡിങ്. ഏതാണ് പീരീഡ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഏത് ബ്രാഞ്ച് ആണെന്നുള്ളതും സ്പെസിഫൈ ചെയ്യണം. ഏത് ബ്രാഞ്ച് ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് കൊടുക്കേണ്ടത്. ഇനി ഡെബിറ്റ് വരുന്നത് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് പെറ്റി ക്യാഷ്, ഓപ്പണിംഗ് ഫിക്സഡ് അസറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒക്കെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക്, ബ്രാഞ്ചിൻ്റെ പെറ്റി ക്യാഷ്, ബ്രാഞ്ചിൻ്റെ അസറ്റുകൾ, ഫർണിച്ചർ പോലുള്ള അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് കിട്ടിയ ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ചാണ് വരുന്നത്. കാരണം ബ്രാഞ്ചിന് പുറത്തു നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഗുഡ്സ് കിട്ടുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന് മാത്രമാണ്. ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് എമൗണ്ടാണ് ഇവിടെ ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. ടു ബാങ്ക്, എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നതാണ്. ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ബ്രാഞ്ച് സാലറി, റെൻറ്റ് അല്ലെങ്കിൽ പെറ്റി ക്യാഷിൽ നിന്ന് കൊടുക്കുന്ന പെറ്റി എക്സ്പെൻസുകളൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നതാണ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക്, ക്യാഷ് സെയിൽസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതാണ് ക്രെഡിറ്റ് സെയിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്ലോസിംഗ് ബാലൻസുകൾ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കണം. ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, ബ്രാഞ്ച് പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, മറ്റ് അസറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫർണിച്ചർ പോലുള്ള അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, ഇതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കേണ്ടത്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അത് പ്രോഫിറ്റ് ആയിരിക്കും. ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഹെഡ് ഓഫീസാണ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഹെഡ് ഓഫീസിൻ്റെ P&L അക്കൗണ്ടിലേക്കാണ് ഈ ബാലൻസ് ഫിഗറായിട്ടുള്ള പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, അതായത് ഡെബിറ്റ് സൈഡിലാണ് ടോട്ടൽ എമൗണ്ട് കൂടുതലെങ്കിൽ ബാലൻസ് ഫിഗർ വരുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ബൈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എൻട്രി കൊടുക്കുക. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലോസ് ആയിരിക്കും. അണ്ടർ ഡെറ്റേഴ്സ് സിസ്റ്റം ബ്രാഞ്ചസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഡെറ്റേഴ്സ് സിസ്റ്റം അനുസരിച്ച് ബ്രാഞ്ചിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എ ബ്രാഞ്ച് ദാറ്റ് റിസീവ്സ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ആൻഡ് സെൽസ് ഓൺലി ഫോർ ക്യാഷ്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിൽ നിന്ന് കോസ്റ്റ് പ്രൈസിൽ ഗുഡ്സ് മേടിക്കുന്നു, സെയിൽ നടത്തുന്നത് ക്യാഷിൽ മാത്രമാണ്, അതായത് ക്യാഷ് സെയിൽസ് മാത്രമാണ് ബ്രാഞ്ച് നടത്തുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് കോസ്റ്റിൽ മേടിക്കുന്നു, കോസ്റ്റ് പ്രൈസിൽ മേടിക്കുന്നു, സെയിൽ നടത്തുന്നത് ക്യാഷിൽ മാത്രമാണ്. നെക്സ്റ്റ്, ബ്രാഞ്ച് ദാറ്റ് റിസീവ്സ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ബട്ട് സെൽസ് ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് കോസ്റ്റ് പ്രൈസിൽ മേടിക്കുന്നു, സെയിൽ നടത്തുന്നത് ക്യാഷിലും ക്രെഡിറ്റിലും സെയിൽ നടത്തുന്നുണ്ട്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് കോസ്റ്റ് പ്രൈസിൽ മേടിക്കുന്നു, ആ ഗുഡ്സ് ക്യാഷിലും ക്രെഡിറ്റിലും സെയിൽ നടത്തുന്നു. തേർഡ് വൺ, ബ്രാഞ്ച് ദാറ്റ് റിസീവ്സ് ഗുഡ്സ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഓർ ലോഡഡ് പ്രൈസ് ആൻഡ് സെൽസ് ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് മേടിക്കുന്ന ഇൻവോയ്സ് പ്രൈസിലാണ് അല്ലെങ്കിൽ ലോഡർ പ്രൈസിലാണ്, അതായത് കോസ്റ്റ് പ്രൈസിലേക്കായാലും കൂടിയ എമൗണ്ടിലാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബ്രാഞ്ച് ഗുഡ്സ് വിൽക്കുന്നത് ക്യാഷിലും ക്രെഡിറ്റിലും വിൽക്കുന്നു. ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും വരുന്നുണ്ട്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് മേടിക്കുന്നത് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ ലോഡർ പ്രൈസിലാണ്, അതായത് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടിയ എമൗണ്ടിലാണ് ബ്രാഞ്ച് ഗുഡ്സ് വിൽക്കുന്നത്. ക്യാഷിലും ക്രെഡിറ്റിലും വിൽക്കുന്നുണ്ട്.
ഫസ്റ്റ് വൺ, ബ്രാഞ്ച് ദാറ്റ് റിസീവ്സ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ആൻഡ് സെൽസ് ഓൺലി ഫോർ ക്യാഷ്. സച്ച് ബ്രാഞ്ച് ഈസ് നോട്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ട് ബുക്ക്. അങ്ങനെയുള്ള ബ്രാഞ്ചുകൾക്ക് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് യൂഷ്വലി പ്രിപ്പയർസ് ഓൺലി എ പെറ്റി ക്യാഷ് ബുക്ക്. അവരൊരു പെറ്റി ക്യാഷ് ബുക്ക് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ബ്രാഞ്ച്, ദ ഹെഡ് ഓഫീസ് പ്രിപ്പയർസ് എ ബ്രാഞ്ച് അക്കൗണ്ട്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറിയുന്നതിന് വേണ്ടി ഹെഡ് ഓഫീസ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ തൊട്ട് മുമ്പ് ഫോർമാറ്റ് കണ്ടായിരുന്നു. ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് പെറ്റി ക്യാഷ്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്, റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് എക്സെട്ര. ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് പെറ്റി ക്യാഷ്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്ത കോസ്റ്റ്, ഹെഡ് ഓഫീസിൻ്റെ നിന്ന് കിട്ടിയ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന എക്സ്പെൻസ് പേയ്മെൻറ്റുകൾ, ഇതൊക്കെയാണ് ഡെബിറ്റിൽ വരുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ക്യാഷ് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് പെറ്റി ക്യാഷ് അറ്റ് ബ്രാഞ്ച്. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ക്യാഷ് സെയിൽസ് വരുന്നുണ്ട്. ഇനി ക്ലോസിംഗ് ബാലൻസുകളായിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് പെറ്റി ക്യാഷ്, അസറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഒക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഡിഫറൻസ് ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ബ്രാഞ്ച് ആൻഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ഹെഡ് ഓഫീസ്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ്. ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ്. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹെഡ് ഓഫീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. നെക്സ്റ്റ്, ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഫസ്റ്റ് വൺ, ഫോർ ബ്രിങ്ങിങ് ഡൗൺ ദ ബാലൻസ് ഓഫ് സ്റ്റോക്ക്, ഫർണിച്ചർ, പെറ്റി ക്യാഷ് എക്സെട്ര അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. ഓപ്പണിംഗ് ബാലൻസുകൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെ ഓപ്പണിംഗ് ബാലൻസുകൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ഈ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ, ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ടു ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട്, ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്. എല്ലാ അസറ്റ് അക്കൗണ്ടുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. ആ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഫോർ ബ്രിങ്ങിങ് ഡൗൺ ദ ലൈബിലിറ്റീസ്, അസറ്റ് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബ്രാഞ്ച് ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ലൈബിലിറ്റീസ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള എൻട്രിയാണ് ലൈബിലിറ്റീസ് അക്കൗണ്ട് അറ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ലൈബിലിറ്റീസിന് സാധാരണയായിട്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ലൈബിലിറ്റിയെ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ലൈബിലിറ്റീസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് എൻട്രി, വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്ന എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞു വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് പോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് വരുന്നത് പോലെ തന്നെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വരുന്നത്. അവിടെ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ നിന്നുള്ള പർച്ചേസാണ്. ഇവിടെ ഓപ്പൺ മാർക്കറ്റിന് പകരം ഹെഡ് ഓഫീസിൽ നിന്നാണ് ഗുഡ്സ് കിട്ടുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. നെക്സ്റ്റ്, റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും എൻട്രി വരുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് ഡെബിറ്റ് സൈഡിൽ വരും. എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണിത്. നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് വല്ലതും റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് എന്തെങ്കിലും ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രിയാണ് ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരുന്നത്. ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്.
ക്യാഷ് കിട്ടുന്നതും ഹെഡ് ഓഫീസാണ്. അതുകൊണ്ടാണ് ബാങ്കോർ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ബാങ്കോർ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരുന്നത്. വെൻ ഗുഡ്സ് ആർ റിട്ടേൺ ബൈ ബ്രാഞ്ച്, ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രിയാണ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ കാണിക്കൂ. ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്ത ഗുഡ്സ് ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞായിരിക്കും ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന എൻട്രി. നെക്സ്റ്റ്, ഫോർ റെക്കോർഡിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക്, പെറ്റി ക്യാഷ് ആൻഡ് ഫർണിച്ചർ. ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. ക്ലോസിംഗ് ബാലൻസുകളായിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്, പെറ്റി ക്യാഷ്, ഫർണിച്ചർ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ നമ്മൾ അക്കൗണ്ടിൻ്റെയൊക്കെ ബാലൻസുകൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കണം. ഈ അസറ്റുകളുടെയൊക്കെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്. എന്നാൽ ക്ലോസിംഗ് ബാലൻസുകൾ കാണിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അസറ്റുകളുടെ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചത് ഡെബിറ്റ് സൈഡിലാണ്. അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസുകൾ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇപ്പം ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ബ്രാഞ്ച് ഫർണിച്ചർ ഇവയുടെ ക്ലോസിംഗ് ബാലൻസുകൾ വരേണ്ടത്. ഇപ്പോൾ എൻട്രി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് അറ്റർ, ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് എന്നായിരിക്കും. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് അറ്റർ, ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് ആയിരിക്കും. നെക്സ്റ്റ് എൻട്രി, ഫോർ റെക്കോർഡിംഗ് ലയബിലിറ്റീസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. ക്ലോസിംഗ് ബാലൻസ്, ലയബിലിറ്റീസിൻ്റെ ക്ലോസിംഗ് ബാലൻസുകൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണിത്. ബ്രാഞ്ച് ലയബിലിറ്റീസിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ബ്രാഞ്ച് ലയബിലിറ്റീസിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് ലയബിലിറ്റീസിൻ്റെ ക്ലോസിംഗ് ബാലൻസുകൾ വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ബ്രാഞ്ച് ലയബിലിറ്റീസിൻ്റെ ക്ലോസിംഗ് ഫിഗറുകൾ വരുന്നത്. എൻട്രി വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട്. നെക്സ്റ്റ്, ഫോർ ക്ലോസിംഗ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ക്ലോസ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. എൻട്രി ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരുന്നത്. നെക്സ്റ്റ്, ഫോർ പ്രോഫിറ്റ് ഇഫ് എനി അറ്റ് ബ്രാഞ്ച് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബാലൻസ് ഫിഗറായിട്ട് കിട്ടുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് ഹെഡ് ഓഫീസിൻ്റെ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രോഫിറ്റ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ് ഇത്. ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു P&L അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരുന്നത്. ബാലൻസ് ഫിഗർ വരുന്ന ഡെബിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ബാലൻസ് ഫിഗർ വരുന്ന ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് ടു P&L അക്കൗണ്ട് എന്നായിരിക്കും ബ്രാഞ്ച് അക്കൗണ്ടിൽ പോസ്റ്റിംഗ് വരുന്നത്. അപ്പം എൻട്രി വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ്, ഫോർ ലോസ് ഇഫ് എനി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോസ് ആണെങ്കിൽ ആ ലോസും ഹെഡ് ഓഫീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞായിരിക്കും ബാലൻസ് ഫിഗർ നമ്മൾ എഴുതുന്നത്. പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എഴുതുന്നത്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എൻട്രി കൊടുത്താൽ നമുക്ക് ലോസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.